ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് റെസിപ്പീസാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് എല്ലാവരും ചെയ്യണതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തക്ക പുതിയ റെസിപ്പീസ് ഒന്നുമില്ല. അപ്പം ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ കറികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്ന വിഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും തലേദിവസം മാവൊക്കെ അരച്ച് വെച്ചിട്ട് പള്ളിയിൽ പോയി ഇങ്ങോട്ട് വന്ന് കയറിയാൽ പിന്നെ നിലത്ത് നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ഷോൾ അങ്ങോട്ട് മാറ്റി വേഗം തന്നെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് പോയായിരുന്നു. കാരണം സാമ്പാറാണ് വെക്കണത്. അപ്പോൾ കുതിർന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ വിസിലിൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ വേഗം പരിപാടി കഴിക്കാം. അപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പൊടിക്ക് വെള്ളം കൂടിപ്പോയി, സാരമില്ല. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുപോലെ തന്നെ അടിച്ചു വയ്ക്കണോണ്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കും, നാളെ ദോശ ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇഡ്ഡലി പാത്രം ആവി കയറി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി കോരി ഒഴിക്കാം. അപ്പോൾ എനിക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ ഒറ്റ ട്രിപ്പ് 21 ഇഡ്ഡലിയാണ് വെന്ത് കിട്ടുന്നത് കേട്ടോ. ഇത് പണ്ടത്തെ ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ നമുക്കൊരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട വന്നിരുന്നതുകൊണ്ട് അന്ന് വാങ്ങിയതാണ്. അപ്പോൾ അന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. പെട്ടെന്ന് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ അത് മാറ്റി വാങ്ങിയില്ല. വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇത് വെറുതെ വേസ്റ്റായി പോകില്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും ഇഡ്ഡലിയൊക്കെ കോരി ഒഴിക്കേണ്ടത്. ഞാൻ എന്തായാലും ആ ഇഡ്ഡലി തട്ട് മൊത്തം വെച്ചിട്ട് മൊത്തം വേവിച്ച് വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നാളെ രാവിലെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കും എടുക്കാം. അങ്ങനെ ഉദ്ദേശിച്ച് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോഴേക്കും ഞാൻ പരിപ്പും കുക്കറിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കട്ടക്കായത്തിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടക്കായ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ. പൊടിക്കായ ആയാലും മതി, രണ്ടും ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇടയ്ക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കുമ്പോൾ കട്ടക്കായ ഇടും, 2-3 അല്ലി വെളുത്തുള്ളി ഇടും, പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ പരിപ്പ് എന്തായാലും വെന്ത് വന്ന സ്ഥിതിക്ക് ഉണ്ടായിരുന്ന കഷ്ണങ്ങളെല്ലാം അതിനിടയ്ക്ക് ഇവിടെ തന്നെ അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ തലേദിവസം തയ്യാറാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇതും ചെയ്തു. അപ്പോൾ സാധാരണ സാമ്പാർ പൊടിയൊന്നും ചേർക്കാണ്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചെയ്യണ പോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ പുളിവെള്ളം വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാനുള്ള നേരമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് പുളി അങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം പുളി, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ. ഇഡ്ഡലിയുടെ സാമ്പാറൊക്കെ ആകുമ്പോൾ ഒരുപാട് പുളി വേണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ കളർ കുറവുണ്ടായിരുന്നു പറഞ്ഞ് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താണ് കേട്ടോ. പുളിയും അതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ ഇത് ഒറ്റ വിസിൽ കൊടുക്കുകയാണ് ചെയ്യണത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും അതിൻ്റെ കൂടെ തന്നെ വെന്ത് വന്നോളും. ആ നേരം കൊണ്ട് ഇഡ്ഡലിക്ക് ആവി വന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടേ കടുക് ഉലുവയും പൊട്ടിച്ചിട്ട് ഒരു സവാളയും ഈ സാമ്പാറിലേക്ക് ആവശ്യമായ വെണ്ടയ്ക്കയും ഇതിൻ്റെ അകത്തിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ കുക്കറിൻ്റെ വിസിൽ വന്ന് അതിൻ്റെ ആവി പോയി പിന്നെ അത് തുറന്ന് അതിലേക്ക് വെണ്ടയ്ക്കിട്ട് വേവിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് നേരമാവില്ലേ. അപ്പോൾ ആ കുക്കറിൽ വിസിൽ വന്ന നേരം കൊണ്ട് ഞാൻ ഇതങ്ങോട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യണത്. കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാളയും പിന്നെ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിച്ച ഒരു 5-6 വെണ്ടക്കായും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എന്നാലേ വെണ്ടക്കയിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കാശ്മീരി മുളകും കൂടി ഇതിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോഴും ഉപ്പ് ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപ്പ് വേവിക്കുമ്പോൾ കഷ്ണങ്ങൾ ഇടുമ്പോഴും ഇതിലൊക്കെ ഉപ്പ് ചേർത്ത് ഒരുപാട് ഉപ്പായി പോവരുത്. അപ്പോൾ അത് കണക്കാക്കി വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൻ്റെ സ്റ്റീം പോണ നേരവും കൊണ്ട് ഇത് ഇതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് വന്നോളും. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ടെന്ന് അടച്ചു വെച്ച് കൊടുക്കുക. വെണ്ടയ്ക്കൊക്കെ അല്ലേ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ അതും അവിടെ ഇരിക്കേണ്ട. കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലിയും വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റൊക്കെ മതിയല്ലോ വേവാനായിട്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോയതുകൊണ്ട് ഇത്തിരി പരപ്പ് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കൂമ്പാരം പോലെ ഇരിക്കും. പക്ഷെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. വേണ്ടോ, ഞാനപ്പോൾ വെണ്ടയ്ക്ക തുറന്ന് ഒന്നങ്ങോട്ട് വാടിക്കഴിഞ്ഞപ്പോൾ തുറന്നേച്ചും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന സാമ്പാറിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ നോക്കിയപ്പോൾ പരിപ്പൊക്കെ അതിൻ്റെ അടിയിലിരിക്കുകയാണ്. അപ്പോൾ അതൊന്നങ്ങോട്ട് കുലുക്കി ഒഴിക്കാൻ വേണ്ടി ഇത്തിരി ചാറ് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഒഴിച്ച് നമ്മുടെ സാമ്പാറും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു കൊടുക്കാമല്ലേ. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്, കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും, വെണ്ടയ്ക്ക് മാത്രം ഒന്നും കൂടി ആവാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നല്ല സ്മെല്ല്, ആ സാമ്പാറിന് നല്ല സ്മെല്ലും ആയിരിക്കും. നമ്മൾ കട്ടക്കായവും ഇട്ടേക്കണതാണല്ലോ. അപ്പം എന്തായാലും സാമ്പാറും വെന്ത് നല്ല സമാധാനം. ഇനിയിപ്പോൾ എപ്പോൾ എന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം എടുക്കുകയുള്ളൂ ഇതൊക്കെ സെറ്റ് ആവാനായിട്ട്. പടപടപടേന്ന് ചെയ്യും.
അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും വെന്തത് ഞാൻ അതിൽ നിന്നൊക്കെ വെടിയിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ഇഡ്ഡലിയാണ്, ഭയങ്കര സോഫ്റ്റായി പോയി, അല്ലെങ്കിൽ 3 മതി. ഇതിപ്പം 4 ഞാൻ വെച്ചിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു സാമ്പാറിന് കേട്ടോ. കഷ്ണങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും, വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനും ചായ കുടിച്ച് അലക്കി തുണിയൊക്കെ വിരിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൻ്റെ എഡിറ്റിങ്, വോയിസ് ഓവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കറി വെക്കണം. അപ്പോൾ ഇന്നും മീൻ കറി തന്നെയാണ് വെക്കണത്. കാരണം മീൻ ഇവിടെ 2-3 വെച്ചാൽ മതി. എന്നാൽ 1.5 ദിവസത്തേക്കൊക്കെ അത് തന്നെ മതിയാവും. വലിയ തൃപ്തിയല്ല മീൻ കറി, എന്നാലും ഒരു കഷ്ണവും പുട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. അപ്പം ഞാൻ മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, അത് കൈ പുകയാതിരിക്കാൻ, തേങ്ങാപ്പാൽ എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം മാങ്ങയ്ക്ക് ഒരുപാട് വേവില്ല, ഇത് കണമ്പാണ്. അപ്പോൾ അതിന് അധികം വേവില്ലല്ലോ, അപ്പോൾ ഒപ്പമായിക്കോളുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വറ്റി കഴിയുമ്പോൾ തലപ്പാലൊഴിച്ച് താളിച്ചെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ കറിയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കസിൻ തന്നതാണ് മീൻ. അപ്പോൾ എന്തായാലും അത് ഉപയോഗിച്ച് തീർക്കുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ചേന ഇരുന്നത് ഒന്ന് കുത്തിക്കാച്ചി എന്ന് പറയാം. ചതച്ച മുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കടുകും എല്ലാവരും കൂടി ഇട്ട് താളിച്ചിട്ട് ചേന വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ താളിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേന ഇട്ടും വേവിക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കാൻ മീൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 3-4 കഷ്ണം വറുത്തേക്കാം. കാരണം ചിലപ്പോൾ അത്രയും കഷ്ണം ഒരു 5-6 കഷ്ണമേ വെച്ചിട്ടുള്ളൂ. ഒരു 4 കഷ്ണം കൂടി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ ഇരുന്ന് പോയാലോ എന്ന് ഓർത്തിട്ട്, ഇതാവുമ്പോൾ പിന്നെ ഓരോ കഷ്ണം ഓരോരുത്തർ എടുക്കുമ്പോൾ അങ്ങോട്ട് തീർന്ന് നോക്കോളാം. ഇച്ചിരി സവാളയും കൂടി അരിഞ്ഞ് മീൻ വറുത്ത അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ വലിയ തൃപ്തിയാണ്. അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് 4 കഷ്ണം മീൻ ഞാൻ ഇതുപോലെ പെരട്ടാന്ന് ഓർത്തെടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മീനും കൂടി എടുത്തേക്കാം. ഇതുപോലത്തെ 3-4 ഉരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പുരട്ടി വെച്ച് അപ്പോഴേക്കും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഉപ്പും പുളിയൊക്കെ നോക്കാം, പോരായ്ക വല്ലതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ മാങ്ങയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പുളി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഒരിത്തിരി ചൊറുക്കയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ചാറൊന്നും കൂടി കുറുകണമെങ്കിൽ കുറച്ച് നേരം തുറന്നിട്ടാണ് വറ്റിക്കുക. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കുറുകട്ടെ എന്ന് ഓർത്ത് ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, 2 അല്ലി വെളുത്തുള്ളി, 2 പിടി തേങ്ങ, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇത്തിരി കൊഴുവുണ്ട്. അപ്പോൾ അതൊന്ന് പീര വറ്റിക്കാമെന്ന് ഓർത്ത്. കുറേ നാളായി കൊഴുവ് പീര വറ്റിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇവിടെ ഇടാറുണ്ട്, അതുകൊണ്ട് ഇട്ടതാണ്. എന്നിട്ട് അത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണം ആ ഇതില്ലേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ആ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ തേങ്ങ, ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും, ഞാനിപ്പോൾ എന്തായാലും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു മാത്രം മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ആ മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം പീര വറ്റിക്കാനായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അപ്പോൾ കണ്ട ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടി അങ്ങോട്ട് ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ പുളിക്ക് വേണ്ടി 2-3 ചെറിയ കുഞ്ഞ് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും ഒരു 2 സ്പൂൺ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. കാരണം വെള്ളം കൂടിപ്പോയാൽ പറ്റൂലല്ലോ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുടപ്പുളി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇടാൻ നന്നായിട്ട് വഴറ്റി. അതിനുശേഷം ആ കുടപ്പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ, ഞാൻ പറഞ്ഞില്ലേ 2 സ്പൂൺ വെള്ളത്തിലാണ് ഇട്ടിരുന്നത്, ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരു ഇത്തിരി നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ അരപ്പ് നല്ലപോലെ വെന്ത് വരും. അതിനുശേഷം നമ്മൾ കൊഴുവ ഇട്ട് കൊടുക്കുക. സൂചിക്കൊഴുവയാണ്. അപ്പോൾ ഇതത്ര ഫ്രഷായിട്ടുള്ള കൊഴുവൊന്നും ആയിരുന്നില്ല. നമുക്ക് വരാപ്പുഴ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള കൊഴുവ് കിട്ടും. നല്ല പയറ് പോലെ ഇരിക്കണം എന്ന് പറയില്ലേ, പച്ചരി പോലെ ഇരിക്കണം എന്നൊക്കെ പറയും പഴമക്കാർ, അങ്ങനത്തെ കിട്ടും. ഇത് നമ്മളിവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. 1 കിലോ 50 രൂപ എന്നായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം
അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വറുത്താലും ഇവിടെ വലിയ തൃപ്തിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വറക്കണ്ട, പിറ്റേ ദിവസം അങ്ങനെ എടുത്ത് വെച്ച് വറക്കണ്ടല്ലോ എന്ന് ഓർത്ത് അപ്പം തന്നെ പീര പറ്റിച്ച് വെച്ചാണ്. എന്തായാലും 2 ദിവസത്തേക്കുള്ള കറി റെഡിയാക്കാം ഒറ്റ ദിവസം തന്നെ. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി എടുത്ത് വെച്ചാൽ മതിയല്ലോ. എപ്പോഴും ഒന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ, ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും അങ്ങനെ നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കും 2 ദിവസത്തേക്കുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് നോക്കിയപ്പോൾ മീൻ കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല എരിവുണ്ട്. പച്ചമുളക് അധികം ചേർത്തിട്ടുണ്ടായിരുന്നു. തലപ്പാൽ ഒഴിക്കാം. 2-3 തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. കറിവേപ്പിലയും ഉള്ളിയും മുളകും എല്ലാം കൂടി അങ്ങോട്ട് താളിച്ചിടുക. ഇതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കും. കാരണം രാവിലെ ഒരു 10 മണിക്കുള്ളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ നേരമാകുമ്പോഴേക്കും എല്ലാം ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. നമ്മുടെ കൊഴുവയും അപ്പോൾ സെറ്റായി വന്നുണ്ട്. കൊഴുവേന്ന് ഇച്ചിരി വെള്ളം കൂടി ഇറങ്ങുമല്ലോ, എന്തായാലും കുഴപ്പമില്ല. കൊഴുവ വെന്ത് വരട്ടെ. ഒരുവിധം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കങ്ങോട്ട് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇത്തിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ച് വെച്ചാൽ നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ ചിലർക്ക് കൊഴുവ പറ്റിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും. തേങ്ങാപ്പാലിൽ പറ്റിച്ചെടുക്കൂലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നല്ലതാണ്, വറുത്താലും നല്ലതാണ്, എന്ത് ചെയ്താലും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ മീൻ കറി താളിക്കാമെന്ന് ഓർത്ത് അതിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോഴേക്കും നമ്മുടെ കൊഴുവയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കൊഴുവ അങ്ങോട്ട് എല്ലാ സൈഡിൽ നിന്ന് അങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച സെൻറ്ററൊന്ന് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം അവിടേക്ക് വന്ന് നിന്നിട്ട് അതങ്ങോട്ട് വറ്റിപ്പോക്കോളൂ. അപ്പോൾ അതും ചെയ്ത് വെക്കാനുണ്ട് ഞാൻ അതിനിടയ്ക്ക്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി മുളകൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി മുളക് പൊടി ഇടാം, താളിക്കാം. ഇവിടെ പിന്നെ പ്രത്യേക രീതിയിൽ വേറെ രീതിയിലൊക്കെ കറി വെച്ച് കൊടുത്താൽ അത്ര അങ്ങോട്ട് പോകില്ല. നമ്മൾ എപ്പോഴും ചെയ്യണ കറികൾ തന്നെ വെച്ചാൽ ഇവിടെ പോവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ പരീക്ഷണങ്ങളൊന്നും എപ്പോഴും നടത്താൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും നമുക്ക് അവരെ കൊണ്ടെങ്കിലും തീറ്റിക്കാൻ വിചാരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഇച്ചിരി ഉണ്ട്. ആ വെള്ളം ഒരു 1.5 സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടി ഇതുപോലെ സെൻറ്ററിലേക്ക് ആക്കി ഒന്നങ്ങോട്ട് തീ കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് കറിവേപ്പില ഇടാം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ 2-3 കഷ്ണം മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിട്ട് കഴിഞ്ഞ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. മീൻ വറുത്തത് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും, പ്രത്യേകിച്ച് പിള്ളേർക്ക് കേട്ടോ. വെച്ചത് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിള്ളേർക്ക്. പിന്നെ മുതിർന്നവരാകുമ്പോൾ പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, പേടിച്ചിട്ട് ഒഴിവാക്കണതായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചവരെയുള്ള പണി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അടുക്കളയിൽ കയറേണ്ട വേറെ ചായ തിളപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.